എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പിസ്സയൊക്കെ കടയിൽ നിന്നാണല്ലോ സാധാരണ പോയി കഴിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ തയ്യാറാക്കി എടുക്കാൻ പറ്റും, കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാട്ടിലും ടേസ്റ്റി ആയിട്ടും. അപ്പോൾ ഇത് ഓവൻ ഇല്ലാത്തവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് ചെയ്യാൻ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഞാൻ വോട്ടിങ്ങും അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റീസെൻ്റായിട്ടൊരു പോള് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത റെസിപ്പി എന്ത് വേണമെന്ന്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വോട്ട് കിട്ടിയത് കേക്ക്, കുക്കീസ്, പിസ്സ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് പിസ്സ ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി വോട്ട് ചെയ്തവരാരും വിഷമിക്കേണ്ട. അപ്പോൾ അവരുടെ റെസിപ്പീസ് ഞാൻ പ്രയോറിറ്റി അനുസരിച്ചിട്ട് വരുന്ന എപ്പിസോഡുകളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ആ 1 ടീസ്പൂൺ ഈസ്റ്റിലേക്ക് ഇവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 50 ml ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 8 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഈസ്റ്റ് നന്നായിട്ട് പുളിച്ചു വരും. അപ്പോഴത്തേക്ക് ഇതിപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഓൾറെഡി ഒരു 2 കപ്പ് മാവ് എടുത്തു വെച്ചല്ലോ, അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തുള്ളത്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ ഓയിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ തന്നെ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ ആ മിക്സ്ചർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈവച്ച് എല്ലായിടത്തും ഒരേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തുള്ളത്. അപ്പോൾ അതൊഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ മാവ് സ്റ്റിക്കി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ കുറച്ചിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക. മൈദമാവാണ്. ഇനി നമ്മളുടെ മാവ് അവിടെ വെച്ചിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം ഈ മാവ് അതിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ടോ കവർ ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ടൊമാറ്റോ സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവിൽ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 4ആയിട്ട് കീറിയിട്ട് ഇതൊന്ന് 3 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ സ്കിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്സ സോസിന് വേണ്ടിയിട്ടുള്ള തക്കാളിയാണിത്. ഇനി നമുക്ക് ഈ തക്കാളി ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നന്നായി ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാപ്രിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇറ്റാലിയൻ ഹെർബ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 50 ml
ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പിസ്സ സോസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അവസാനമായിട്ട് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് പാപ്രിക്ക കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചിക്കൻ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്ഡ് ആയിട്ടുള്ള സോസേജ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കയ്യിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മാവ് നിങ്ങൾക്ക് പിസ്സയ്ക്ക് വേണ്ടി എടുക്കാം. ബാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 3ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും നല്ലൊരു ബോളാക്കി എടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കാണിക്കാൻ പോകുന്നത് പാനിൽ ചെയ്യുന്ന പിസ്സയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തിന്നായിട്ട് വേണം നമ്മൾ പരത്താനായിട്ട്. എന്നാൽ മാത്രമേ പിസ്സ ബേസിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാം. അതേസമയം തന്നെ ഒരു പാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി തടവി കൊടുക്കുക. ഇനി ഇത് നമ്മുടെ റോളറിലേക്കൊന്ന് എടുത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് പാനിലേക്ക് മാറ്റാം. പാൻ ഇപ്പം ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ പിസ്സയുടെ ബേസ് ഇട്ട് കൊടുത്തു. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇതിപ്പോൾ ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ പിസ്സയുടെ മോൾ ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് സൈഡിൽ എത്താതെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് മോസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ടോപ്പിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാപ്സിക്കം, പിന്നെ സവാള, പിന്നെ കുറച്ച് ഒരു ചില്ലി വാങ്ങാൻ കിട്ടും, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനൊക്കെ പകരം ഒലിവ്സ് ചേർക്കാം, പിന്നെ കോൺ ചേർക്കാം, മഷ്റൂം, അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് കുറച്ച് ചീസ് കൂടി മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഒറിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. അടച്ചു വെക്കുമ്പോൾ നിങ്ങൾ ഈ അടപ്പൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ വെള്ളമൊന്നും പിസ്സയുടെ മുകളിൽ വീഴില്ല. ഇതിപ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. മുകളിലുള്ള ചീസൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക എപ്പോഴാണത് റെഡി ആവുന്നതെന്ന്. അപ്പോൾ പാൻ പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഓവനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ പിസ്സ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഒരു 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ടൈം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ ഞാനിവിടെ മുകളിലും താഴെയും ഉള്ള കോയിൽസ് ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. OTG ഓവനാണിത്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ സെറ്റിങ്സ് അനുസരിച്ചിട്ട് അത് മാറ്റി കൊടുക്കുക. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതാണ്
നമ്മൾ അവനിൽ ചെയ്യുമ്പം മുകളിൽ നിന്നും ഹീറ്റുണ്ട്, അപ്പോൾ നന്നായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പിസ്സയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.